വെൽക്കം ടു മാക്സിയോൺസ് ലാസ്റ്റ് മിനിറ്റ് സീരീസ്. ഇതിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ തന്നെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഗിവൺ ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് എ, പ്രോബബിലിറ്റി ഓഫ് ബി ആൻഡ് എ യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റി, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ വിൽ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ആണ് അല്ലേ. സോ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി പക്ഷെ നമ്മൾക്ക് തന്നിട്ടില്ല. പക്ഷെ അവിടെ നമ്മൾക്ക് എന്തറിയാം? എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ അറിയാം അല്ലെ. എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ എന്താ? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി വിൽ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. സോ അവിടെ നിന്ന് നമ്മൾക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിന്റെ ഇക്വേഷൻ എടുക്കാം അല്ലെ. എങ്ങനെ എടുക്കാം? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് നമ്മൾക്ക് എന്ത് തരാം? എ ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി തരാം അല്ലെ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് ഇതിന്റെ ഇനി നമുക്ക് എല്ലാ വാല്യൂസും നമ്മൾക്ക് അറിയാം. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അതിന്റെ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ. സോ ദാറ്റ് ഈസ് ന്യൂമറേറ്ററിൽ എന്തുണ്ടാവും? 1/3 പ്ലസ് 3/4 മൈനസ് 11/12 ഹോൾ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ഇസ് 1/3. സോ ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്റർ നമുക്ക് 1/12 ആക്കാം. So that will be equal to 4 കൊണ്ട് multiply 4 plus 9 minus 11 whole divided by 1/3 അല്ലേ. So that is numeratorൽ നമ്മൾക്ക് എന്ത് വരും? 1/6 വരും. So 1/6 into 3 1/3 ആണ്. So that is 1/6 into 3/1 അല്ലേ. So that is equal to 1/2. So നമ്മുടെ ആൻസർ will be equal to ഓപ്ഷൻ ഡി ആണ് നമ്മൾക്ക് ആൻസർ വരും. അടുത്തൊരു ക്വസ്റ്റ്യൻ: പ്രോബബിലിറ്റി ഓഫ് എ ബി ആൻഡ് A1 A2 A3 ഈ മൂന്ന് പ്രോബബിലിറ്റീസും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ A1 യൂണിയൻ A2 യൂണിയൻ A3യുടെ പ്രോബബിലിറ്റി ഗ്രേറ്റർ ദാൻ 11/12 ആണോ? ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഇൻ ജനറൽ പ്രോബബിലിറ്റി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ A3യുടെ പ്രോബബിലിറ്റി നമ്മൾക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? വിൽ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A2 പ്ലസ് probability of A3 minus probability of A1 intersection A2 minus probability of A1 intersection A3 minus probability of A2 intersection A3 plus probability of A1 intersection A2 intersection A3 അല്ലേ. ഇതാണ് നമ്മൾക്ക് എന്ത് തരുന്നത്? ഈ മൂന്ന് സെറ്റുകളുടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കും. പക്ഷെ ഇതിനകത്ത് നമുക്ക് ആദ്യം പ്രോബബിലിറ്റി ഓഫ് A1 A2 A3 ഇതിന്റെ പ്രോബബിലിറ്റീസ് മാത്രമേ നമ്മൾക്ക് അറിയുള്ളൂ. പക്ഷെ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മതി, ഇനീക്വാലിറ്റി മതി. സോ നമ്മൾക്ക് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ 1/3 പ്ലസ് 1/4 മൈനസ് സംതിങ് എന്നുണ്ടാവും. കാരണം A1 ഇതിൽ മൂന്ന് ടേംസ് നെഗറ്റീവ് ആണ്. A1 ഇന്റർസെക്ഷൻ A2 ഇന്റർസെക്ഷൻ A3ന്റെ പ്രോബബിലിറ്റി വിൽ ബി എന്തായിരിക്കും? ഇതിനേക്കാൾ സ്മോളർ ആയിരിക്കും. സോ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ് നമുക്ക് ഇവിടെ ഉണ്ടാവുക അല്ലേ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്താണ്? 12 കോമൺ ആക്കുകയാണെങ്കിൽ 4 + 4 + 3 ഡിവൈഡഡ് ബൈ 12. സോ 8 + 3 11/12 അല്ലേ. മൈനസ് സംതിങ് എന്നുണ്ടാവും. സോ മൈനസ് സംതിങ് എന്ന് പറയുമ്പോൾ ദിസ് വിൽ ബി എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11/12 ആയിരിക്കും അല്ലേ. സോ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾക്ക് ഫോൾസ് ആയി. ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 11/12 എന്നായിരുന്നു അവർ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾക്ക് ഫോൾസ് ആണ് അല്ലേ. സോ ഓപ്ഷൻ എ നമ്മൾക്ക് ഫോൾസ് ആണെന്ന് കിട്ടി. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വരാം. ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്നത് എന്താ? പ്രോബബിലിറ്റി ഓഫ് A1 യൂണിയൻ A2 ആണ് തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് A1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A2 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A1 ഇന്റർസെക്ഷൻ A2 ഉണ്ട്. പക്ഷേ നമ്മൾക്ക് എന്ത് തന്നിട്ടില്ല? പ്രോബബിലിറ്റി ഓഫ് A1 ഇന്റർസെക്ഷൻ A2 തന്നിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇനീക്വാലിറ്റി ആണല്ലോ. സോ അഗെയിൻ നമുക്ക് എന്ത് മതി? മൈനസ് സംതിങ് 1/3 മൈനസ് 1/3. സോ ദാറ്റ് ഇസ് 2/3 മൈനസ് സംതിങ്. സോ 2/3 മൈനസ് സംതിങ് വിൽ ബി എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 ആയിരിക്കും. സോ നമ്മൾക്ക് ഓപ്ഷൻ ബി എന്താണ്? ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സിമിലർലി നമ്മൾക്ക് സിയും ഡിയും ഇതേപോലെ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇത് ഫോൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും.
Question: the geometric mean of two numbers is 6 and their arithmetic mean is 6.5. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ രണ്ട് നമ്പേഴ്സിന്റെ ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ab⁻², ദാറ്റ് is സ്ക്വയർ റൂട്ട് ഓഫ് ab is equal to 6 ആണ് അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് ab is equal to 6 ആവുന്ന സമയത്ത് നമുക്ക് അവിടെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ab is equal to 6 square, so that is 36 അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടി? a into b will be equal to 36. ഇനി നമുക്ക് അരിത്തമെറ്റിക് മീൻ തന്നിട്ടുണ്ട് അല്ലെ. അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സേ ഉള്ളൂ. സോ a+b/2 is equal to 6.5. സോ അവിടെ നമുക്ക് എന്ത് പറയാം? a+b will be equal to 6.5 into 2 അല്ലെ. 6.5 into 2 എന്ന് പറയുമ്പോൾ 13. സോ നമുക്ക് ഇവിടെ എന്തുണ്ട്? രണ്ട് ഇക്വേഷൻസ് ഉണ്ട് അല്ലെ. ഐദർ നമുക്കിത് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മൾക്ക് ഏതാണ് ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി അല്ലെ. സോ ഓപ്ഷൻ എ എടുക്കുമ്പോൾ a into b ചെയ്യുമ്പോൾ നമ്മൾക്ക് 36 കിട്ടുന്നുണ്ട്. പക്ഷെ a+b നമുക്ക് എന്തല്ല? 13 അല്ല. സോ ഓപ്ഷൻ എ ഫോൾസ് ആണെന്ന് പറയാം. ഇനി ബി എടുക്കുക. 4ഉം 9ഉം ആണ്. 9 4 36 ആണ്. 9 + 3 13 വരുന്നുണ്ട് അല്ലെ. സോ 9 + 4 13ഉം വരുന്നുണ്ട്. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തതിൽ സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരില്ല? നമ്മൾക്ക് 13 വരില്ല. 7 + 6ഉം 13 വരില്ല. സോ ബാക്കി ഓപ്ഷൻസുകളൊക്കെ നമുക്ക് എന്താണ്? ഇവിടെ ഫോൾസ് ആയിട്ടാണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾക്ക് റൈറ്റ് ആൻസർ വരിക. Next, if the median of 7, 11, 2x minus 1, 2x plus 1, 23 and 29 are written in ascending order is 18, then x is equal to. അപ്പോൾ നമ്മൾക്ക് മീഡിയൻ വാല്യൂ തന്നിട്ടുണ്ട്. എത്ര ടേംസ് ഉണ്ട് ഇവിടെ? 1, 2, 3, 4, 5 and 6. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇവിടെ 6 ആണ്. n is equal to 6 ആകുമ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ? മിഡിൽ വാല്യൂ ആണ്. മിഡിൽ വാല്യൂ n ഈവൻ ആകുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം? അരിത്തമെറ്റിക് മീൻ ഓഫ് എന്തായിരിക്കും? മിഡിൽ 2 വാല്യൂസ് ആണ് അല്ലേ. സോ ഇവിടെ 6/2 ആൻഡ് 6/2 പ്ലസ് 1th ഒബ്സർവേഷൻസിന്റെ അരിത്തമെറ്റിക് മീനെയാണ് നമ്മൾക്ക് എന്ത് വരിക? ഇവിടെ മീഡിയൻ വരുന്നുണ്ടാവുക അല്ലെ. സോ മീഡിയൻ വാല്യൂ നമുക്ക് ഇത് അത്രയൊന്നും നോക്കേണ്ട. ആകെ നമുക്ക് 6 വാല്യൂസേ ഉള്ളൂ. സോ നമുക്ക് എന്ത് വരും? ദിസ് വിൽ ബി 3rd ആൻഡ് 4th വാല്യൂസിന്റെ അരിത്തമെറ്റിക് മീൻ ആയിരിക്കും നമുക്ക് എന്ത്? ഇവിടെയുള്ള മീഡിയൻ എന്ന് പറയുന്നത് അല്ലെ. സോ മീഡിയൻ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? അരിത്തമെറ്റിക് മീൻ ഓഫ് നമുക്ക് 3rd ആൻഡ് 4th വാല്യൂ അല്ലെ. സോ 4th ഒബ്സർവേഷൻസിന്റെ arithmetic mean. So third observation is 2x minus 1ഉം 2x plus 1 ഇതിന്റെ രണ്ടിന്റെയും കൂടെ സം ആണ് ഡിവൈഡഡ് ബൈ 2 അല്ലെ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. മീഡിയൻ ഇസ് ഈക്വൽ ടു 18 അല്ലെ. സോ 18 വിൽ ബി ഈക്വൽ ടു 2x plus 2x 4x by 2. that is x is equal to നമുക്ക് 2x is equal to 18 ആണ്. സോ ദാറ്റ് ഗിവ്സ് x is equal to 9 അല്ലെ. സോ ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ഇവിടെ ആൻസർ വരുന്നുണ്ടാവുക. സോ നമ്മൾക്ക് ഇത്രേ ഉള്ളൂ. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? n ഓടാണ് എങ്കിൽ നമുക്ക് എന്തായിരിക്കും? n + 1/2th ഒബ്സർവേഷൻ ആയിരിക്കും നമുക്ക് എന്ത്? അവിടെയുള്ള മീഡിയൻ. n എപ്പോ? n ഓടാവുന്ന സമയത്ത്. n ഈവൻ ആവുന്ന സമയത്തോ അവിടെയുള്ള നമ്മുടെ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? the arithmetic mean of n/2th and n/2 plus 1th ഒബ്സർവേഷൻസിന്റെ അരിത്തമെറ്റിക് മീൻ ആയിരിക്കും നമുക്ക് എന്ത് തരിക? മീഡിയൻ തരുന്നുണ്ടാവുക അല്ലെ. സോ ഇത്രയാണ് നമ്മൾക്ക് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. താങ്ക് യു.